Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണ്ടൽക്ക പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഉണ്ടൽക്ക പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഞാൻ 2 അച്ച് ശർക്കര ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ചട്ടിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ 2ാം പാലിൽ നിന്ന് 1/2 കപ്പ് എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് ഇതിനൊന്ന് തിളക്കാൻ വേണ്ടി ഞാൻ മൂടി വെക്കുന്നുണ്ട്. ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാൻ എടുത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായതിനു ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാബുലരി ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂസും റേസിൻസും ഇട്ട് ഇതിനെയും നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നന്നായി ഇളക്കി ഇതിനെ തിളക്കാൻ വേണ്ടി മൂടി വെക്കാം. ഇനി ഞാൻ കുറച്ച് പത്തലിൻ്റെ ഡോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ബാക്കി ഡോയിലും ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അങ്ങനെ തന്നെ ഞാൻ ഫുള്ള് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് തിളച്ചിട്ടും വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൂടി തുറന്ന് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനൊന്ന് ഇളക്കി ഇത് വെന്ത് വരുന്നവരെ ഇതിനടച്ച് വെക്കാം. ഉണ്ടൽക്കൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൂടി തുറന്ന് ഇതിനൊന്ന് ഇളക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ശർക്കരയുടെ പാനി ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിളക്കാം. ഇനി ഇതിനെ നല്ലതുപോലെ തിളക്കുന്നവരെ മൂടി വെക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൂടി തുറന്ന് ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ച് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത തേങ്ങാ കഷ്ണങ്ങളും സവാളയും ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത്. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ടൽക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്ത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എന്നത്തെയും പോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.